إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മുസ്ലിമീങ്ങൾ ഒരൊറ്റ ഉമ്മത്തായി, ഏകോദര സഹോദരന്മാരായി, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. ഈ നിലക്ക് ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ ആവശ്യമായ, അവരുടെ ജീവിതത്തിൽ അനിവാര്യമായി നിലനിർത്തേണ്ട പെരുമാറ്റങ്ങളിലും സംസാരങ്ങളിലും മനോഭാവങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ട വിധിവിലക്കുകളാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നാം കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നതും കുത്തുവാക്ക് പറയുന്നതും വട്ടപ്പേര് വിളിക്കുന്നതും ഒരു മുസ്ലിമിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഊഹങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതടക്കമുള്ള ഓരോ കാര്യങ്ങൾ അവ നിഷിദ്ധമാണെന്നും ജീവിതത്തിൽ നിന്ന് അത് വർജിക്കണമെന്നും സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഈ ഓരോ കാര്യങ്ങൾ അതെല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതും ഇനി അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദുശീലം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും എല്ലാം മൊത്തത്തിൽ തിന്മയായി, മോശപ്പെട്ട സംസ്കാരമായിട്ടാണ് ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാം സാന്ദർഭികമായി മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ അഥവാ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഈ ഏകോദര സാഹോദര്യ ചിന്ത നിലനിൽക്കാൻ ആവശ്യമായ ഈ മതനിർദ്ദേശങ്ങളിൽപ്പെട്ട അള്ളാഹുവിൽ നിന്നുള്ള വളരെ പ്രസക്തിയുള്ള ഒരു നിർദ്ദേശം സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാം സൂക്തത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പരാമർശിച്ച കാര്യങ്ങൾ ഊഹത്തെ പിൻപറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. അതിനുശേഷം അള്ളാഹു പറയുന്ന കാര്യം വല തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്താൻ പാടില്ല. ഒരു മുസ്ലിം തൻ്റെ സഹോദരനെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ തനിക്ക് പരിചയമുള്ള ഇസ്ലാമിക സമൂഹത്തിലുള്ള മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കേണ്ട അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിർദ്ദേശമാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ, അവരുടെ ഉള്ളുകള്ളികൾ, അതൊക്കെ ഇങ്ങനെ അറിയാൻ തക്കം പാർത്ത് നിൽക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ ഗൂഢാന്വേഷണങ്ങൾ നടത്തുക എന്നത് നിഷിദ്ധമായ ചാരവൃത്തിയിൽ പെട്ടതാണ് എന്ന് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ചാരവൃത്തി എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധി ആവശ്യമില്ല.
നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ഒരു സ്വകാര്യത എന്ന് പറയുന്ന, നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു മേഖല നമുക്കെല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ ഒരു ഘട്ടം മുതൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ സഞ്ചാര പദങ്ങളിൽ നമ്മൾ നമ്മുടെ ഒരു സ്വകാര്യതയായി കാത്തു സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സ്വകാര്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളാവാം. എന്നാൽ ആ തിന്മകൾ മറ്റൊരാൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ തിന്മനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജനങ്ങൾ അത് അറിയുന്നത് നീ വെറുക്കുന്നു, ആ നിലക്ക് നിന്റെ മനസ്സാക്ഷി തന്നെ തിന്മയാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ അതിനെ തിന്മയായി നീ മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്കറിയാൻ സാധിക്കും. ആ നിലക്കുള്ള കാര്യങ്ങൾ അത് വേറൊരാൾ അറിയുന്നത് ഒരു മനുഷ്യൻ സാധാരണ ഘട്ടത്തിൽ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പൊ മറ്റൊരാൾ അറിയരുത് എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ നിലനിർത്താം എന്നൊരർത്ഥത്തിനില്ല. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളെല്ലാം വെളിച്ചത്താവുന്ന മരണാനന്തര ജീവിതത്തിലെ വിചാരണ വേളയിൽ അല്ലാഹു തആല ഈ മുഴുവൻ തിന്മകളും രഹസ്യങ്ങളും സ്വകാര്യതകളുടെ പേരിൽ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും വിചാരണയ്ക്ക് വേണ്ടി വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊരു തലമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു കാര്യം, നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അത് മറ്റൊരാൾ അറിയുന്നത്, അതിങ്ങനെ ആളുകൾക്കിടയിൽ സ്പ്രെഡ് ആവുന്നത് ഒരാൾ സാധാരണഗതിയിൽ ഇഷ്ടപ്പെടൂല. അതൊക്കെ ഒരു പ്രൈവസിയുടെ, സ്വകാര്യതയുടെ ഭാഗമായി രഹസ്യമായി, ആ രഹസ്യമായി നിലനിൽക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് ഓരോരുത്തരിലുമുള്ള ചില പോരായ്മകൾ, ന്യൂനതകൾ അത് മറച്ചു വെക്കും. ഇപ്പൊ വസ്ത്രം ധരിക്കുമ്പോൾ ഒരാൾ തൻ്റെ ന്യൂനതയെ മറച്ചു വെച്ച് നല്ല ഒരു ക്യാരക്ടറോട് കൂടി മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഒരു മാന്യമായ ഒരു വേഷം പോലും ധരിക്കുന്നത്. അപ്പം അതും ഒരാൾ അയാളുടെ ഒരു സ്വകാര്യത, ആ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ അത് കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സ്വകാര്യതകൾ അത് മറ്റൊരാൾ അറിഞ്ഞാൽ മാനഹാനിയോ ജീവഹാനിയോ സംഭവിച്ചേക്കാവുന്ന, ഒരാളുടെ അഭിമാനത്തിനും അന്തസ്സിനും ക്ഷതം വരുത്തുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ അതെല്ലാവർക്കും ഉണ്ട് എന്നതുകൊണ്ട് മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ സ്വകാര്യതയോടെ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അത് ചികഞ്ഞന്വേഷിക്കുന്ന ഒരു സ്വഭാവം അത് പാടില്ല. വല തജസ്സസു, മറ്റുള്ളവർ സ്വകാര്യതയോടെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അതിങ്ങനെ അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് കുത്തി ചോദിച്ച്, അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ സ്വകാര്യതകളൊക്കെ അങ്ങനെ പൊളിച്ചു കൊണ്ടുവരിക എന്നത് ഒരിക്കലും തന്നെ ശരിയല്ല എന്നാണ് ഒരു പൊതു തത്വമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത അതിൻ്റെ സൂക്ഷ്മതലം, ഒരാള് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ 4 സാക്ഷികളുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ വിചാരണയുടെ അനുബന്ധമായിട്ടാണ് ഇസ്ലാമിലെ ഒരു ഹദ് നടപ്പിലാക്കുക. എന്നാൽ സാക്ഷികളൊന്നുമില്ലാത്ത ഒരാൾ രഹസ്യമായി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്തു പോയൊരു വ്യഭിചാരം, ആ വ്യഭിചാരം അയാളുടെ ജീവിതത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ മാത്രം ബാക്കിയാക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ ഒരു ഇസ്ലാമിക ഭരണപ്രദേശത്ത് അവിടെയുള്ള ഖാളിയെയോ അവിടെയുള്ള അമീറിനെയോ സമീപിക്കുകയും, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ സ്വകാര്യതയിൽ ഒരു വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, എനിക്കതിൻ്റെ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണം, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിടത്തും ഇസ്ലാം കൃത്യമായ ഒരു മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ മാഇസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുന്നു, തുഹ്ഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചാരിക്കുള്ള ആ ശിക്ഷ എൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സുദീർഘമായ ഒരു സംഭവമുണ്ട്. അവസാനം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള ആ ശിക്ഷാവിധി നടപ്പിലാക്കുകയും അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ സംഭവമാണ്. പക്ഷെ ആ ചരിത്രത്തിലെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ആരോടൊപ്പാണ് വ്യഭിചരിച്ചത്? വ്യഭിചാരം ഇപ്പൊ ഒറ്റക്ക് നടക്കൂലല്ലോ, ഒരാളെ കൊണ്ട് ഒറ്റക്ക് നടക്കൂലല്ലോ. ആരാണ് എൻ്റെ കൂടെ വ്യഭിചരിച്ചത്, അയാളെയും അറിയണം എന്ന ഒരു ചോദ്യമോ ഒരു വിസ്താരമോ ഒരു ഗൂഢമായ അന്വേഷണങ്ങളോ ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു കുറ്റത്തിൽ ഭാഗവാക്കായ ആള് അത് ആരെന്ന് അന്വേഷിക്കുന്നത് പോലും ഒരു ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമായി ഒരു വിധി പ്രഖ്യാപിക്കുന്ന അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിലും അതിന്റെ ഒരു പ്രൊസീഡിങ്സിലും അത് ഇല്ല എന്നത് ഈ വിഷയം സ്വകാര്യത എന്ന ഒരു കാര്യത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ഒരു വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് മറ്റൊരാളെ ഒരു പോരായ്മ അതിങ്ങനെ അന്വേഷിച്ച് അതിങ്ങനെ ചൊറിഞ്ഞ് ചോദിച്ച് കുത്തി ചോദിച്ച് അതിങ്ങനെ ഒരു ഹരാക്കി കൊണ്ട് നടക്കുന്ന ഒരു ശൈലിയുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഓരോ ധാരണകൾ സെറ്റ് ചെയ്യുക, ഇത് ചില ആളുകളെ ഒരു രീതിയാണ്. പക്ഷെ ഇസ്ലാം ഈ വിഷയത്തെ ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ ഈ വിഷയങ്ങളിൽ വരുന്ന മറ്റൊരു തലാണ് ഇപ്പം ഈ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നത്, അതല്ലെങ്കിൽ ഒരു രഹസ്യ ക്യാമറ വെച്ച് ആ നിലയ്ക്കുള്ള ഒരു സ്പൈ വർക്ക് ചെയ്യുന്ന ആ രീതികൾ, അല്ലെങ്കിൽ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്ന രീതി, സാധാരണഗതിയിലുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങൾ അയാൾ അറിയാതെ ഒപ്പിയെടുക്കുന്ന, അത് നിരീക്ഷിക്കുന്ന, അത് റെക്കോർഡ് ചെയ്യുന്ന ആ രീതികൾ വലാ തജസ്സസു, മറ്റുള്ളവർ സ്വകാര്യമായി കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത് എന്ന ഈ നിഷിദ്ധമായ ചാരവൃത്തിയുടെ ഗണത്തിലാണ് വരിക. ഇതേപോലെ ഈ വിഷയത്തിൽ വരുന്ന മറ്റൊരു കാര്യം, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാം, അവരുടെ വീട്ടിൽ ഒളിച്ചു നോക്കാം. ഒരാളുടെ വ്യക്തിപരമായ എഴുത്തുകൾ പേഴ്സണലായ, കോൺഫിഡൻഷ്യലായ, പ്രൈവറ്റായ, പബ്ലിക്കാക്കാൻ അയാൾ താല്പര്യപ്പെട്ടിട്ടില്ലാത്ത എഴുത്തുകുത്തുകളുണ്ടാവും. ഇപ്പം മുമ്പൊക്കെ ആളുകൾക്ക് ഈ ഡയറികൾ എഴുതുന്ന ഒരു രീതി ഒരു വ്യാപകമായ ഒരു രീതിയായി പോലും കരുതപ്പെട്ട ഒരു കാലമുണ്ട്. അവിടെ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇപ്പോൾ ഒരു കുറ്റവാളി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാലയളവിലുള്ള എഴുത്തുകുത്തുകൾ മാത്രമേ ഡയറിയിലുള്ളത് നോക്കാൻ പറ്റൂ എന്ന ആ രംഗത്ത് ഒരു കുറ്റവാളിയാണെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടവനാണെങ്കിലും അവൻ്റെ വിഷയത്തിൽ അവൻ്റെ പ്രൈവസിയെ മാനിക്കണം എന്ന നിയമങ്ങൾ ലോകരാജ്യങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അതൊന്നും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേറൊരാൾ ഫോണൊന്നും എടുത്തു ഒന്ന് ഡയൽ ചെയ്യാൻ, കോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനെടുത്തു. ആ സമയത്ത് തന്നെ വെറുതെ നമ്മൾ എടുത്ത ഫോട്ടോ നോക്കുക. അപ്പോൾ നോക്കി, അപ്പം ഇങ്ങനെ വീണ്ടും സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തു, പഴയ ഫോട്ടോ. അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞ ഫോട്ടോ ആണെന്ന് മനസ്സിലായി പിന്നെ നിർത്തുക, തിരിച്ചു കൊടുക്കുക എന്നതല്ലാതെ ഇതിൽ വേറെ ഏതൊക്കെ ഫോട്ടോ ഉണ്ട്, ഇതുണ്ടോ അതുണ്ടോ, ഇത് നോക്കുന്ന ഒരു ശൈലി ഈ ജാസൂസിൻ്റെ തജസ്സുസിൻ്റെ പണിയിൽപ്പെട്ടതാണ്. ഒരാളെ ഫോൺ എന്തെങ്കിലും ഒരു കാര്യം അയക്കാനോ മറ്റോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വാട്സപ്പ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അയാൾ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, അയച്ചവർ എന്തൊക്കെ അയച്ചിട്ടുണ്ട്, മേലോട്ട് നോക്കാം. ഈ ഒരു ശൈലി നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിന്, നമ്മുടെ ഒരു മാന്യതക്ക്, നമ്മുടെ ഒരു വഖാറത്തിന് ഒരിക്കലും തന്നെ യോജിച്ചതല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സൂറത്ത് ഹുജറാത്തിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്ന ഒരു കാര്യം, വമഅനൽ ആയ, ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് പറയുന്നത് ഹുദുമാ വഹറ, ഒരാളുടെ ജീവിതത്തിൽ പ്രകടമായ കാര്യങ്ങളുണ്ട്, അതിനെ നിങ്ങൾ ഉൾക്കൊള്ളാം, അതാണ് അയാൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. വലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സ്വകാര്യതകൾ നിങ്ങൾ അതിങ്ങനെ ചികഞ്ഞന്വേഷിക്കുന്നതിനു വേണ്ടി പിന്തുടരാൻ പാടില്ല. അഥവാ ലാ യബ്ഹസ് അഹദുകും അൻ ആയിബി അഖീഹി ഹത്താ യത്തലി അലൈഹി ബഅദ അൻ സതറഹുല്ലാഹ്, ഒരാളുടെ ജീവിതത്തിലെ പോരായ്മകൾ, ന്യൂനതകൾ അള്ളാഹു മറച്ചു വെച്ചത് അയാൾ രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്നത്, അത് നിങ്ങൾ വെട്ടിപ്പൊളിച്ച് മറനീക്കുക എന്നത് പാടില്ല എന്നതാണ് വലാ തജസ്സസു, ചാരവൃത്തി നിഷിദ്ധമാണ് എന്ന ആയത്തിന്റെ വിവക്ഷ. ഇനി ഈ വിഷയത്തിൽ അടുത്തതായി വരുന്ന ഒരു ഭാഗം, ഇപ്പൊ രണ്ടാളുകൾ മാറി നിന്ന് സംസാരിക്കാണ്. മാറി നിന്ന് സംസാരിച്ച് എന്താ മനസ്സിലാക്കുക, അതെല്ലാവരോടും കൂടി പറയേണ്ട ഒരു വിഷയമല്ല ഒരു സംസാരിക്കണേ. അതെന്ത് വിഷയവും അവർക്ക് സംസാരിക്കാം. സാമ്പത്തികമാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാവാം, ഒരു കടമിടപാടിന്റെ കാര്യമാവാം, അയാളുടെ മാനസികമായ സംഘർഷമാവാം. പക്ഷെ മാറി നിന്ന് സംസാരിക്കാണ്. അങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്ന ആൾക്കാരടുത്ത് എന്താ നിങ്ങൾ അവിടെ സംസാരിക്കണേ, കുറെ നേരമായല്ലോ, എന്താ ഇപ്പം നമ്മളറിയാൻ പറ്റാത്ത വർത്താനങ്ങൾക്ക് എന്നും പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ ഇടിച്ചു കയറി പോകുന്ന ഒരു ശൈലി, അതൊക്കെ ഇങ്ങനെ ഒരു ഓപ്പൺ മൈൻഡാണ്, സോഷ്യലാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വെള്ളപൂശുന്നത് ഒരു ശൈലിയല്ല. അതൊന്നും ഒരു സംസ്കൃത സമൂഹത്തിന്, ഒരു കൾച്ചറുള്ളവർക്ക് യോജിച്ചതല്ല. ഓരോരുത്തരുടെയും സ്വകാര്യതയെ മാനിക്കാനുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. അതേപോലെ വേറെ ആൾക്കാർ മാറി നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വാതിലിൻ്റെ മറുന്ന്
കട്ട് കേൾക്കുക, ഒളിഞ്ഞു കേൾക്കുക, പാത്തും പതുങ്ങിയും കേൾക്കുക. അങ്ങനെ എന്താ പോലെ അവിടെ പറയണേ എന്ന് ഞാൻ അവിടെ നിന്ന് കേട്ടു. ഇതൊക്കെ വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് ചില ആൾക്കാരെ പറയല്. ഇത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ. ഒരു വിഭാഗം അവരിങ്ങനെ നടത്തുന്ന ഒരു സംസാരം വേറെ ആളുകൾ കേൾക്കരുത്, കേൾക്കുന്നത് അവർക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അവർ സംസാരിക്കുകയാണ്. അതായത് മൂന്നാമൻ അല്ലെങ്കിൽ മറ്റൊരാൾ കേൾക്കരുത് എന്ന നിലക്ക് രഹസ്യ സ്വഭാവത്തിൽ അവരിങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യം, അത് ഒരാൾ മനിസ്തമഅ, അതിങ്ങനെ പ്രത്യേകം കാത് കൂർപ്പിച്ച് ചെവി കൂർത്ത് എന്താണ് അവർ പറയുന്നത് എന്നിങ്ങനെ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ സുബ്ബഫി ഉദ്നിഹിൽ ആനുഖ് യൗമൽ ഖിയാമ, അവർ ചെയ്ത ആ ഒരു തോന്നിവാസത്തിന്റെ ശിക്ഷയായി നാളെ പരലോകത്ത് അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, യദ്ഖുലു ഫീഹി മൻ ദഖല മൻസിലഹു വഅഗ്ലഖ ബാബഹു വതഹദ്ദസ മഅ ഗൈരി. ഒരാളൊരു വീട്ടിൽ കയറി അല്ലെങ്കിൽ റൂമിൽ കയറി വാതിലടിച്ച് സംസാരിക്കുകയാണ്. എന്താ അർത്ഥം? കോൺഫിഡൻഷ്യലായ കാര്യമാണ്, എന്തെങ്കിലും ഒരു സ്വകാര്യതയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വകാര്യമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മറ്റൊരാൾ റൂമിന്റെ പുറത്തുള്ളവർ കേൾക്കരുത് എന്നതാണല്ലോ ഇവരുടെ ആവശ്യം. അത്തരം കാര്യങ്ങൾ കട്ടുകേൾക്കുന്നവർ, മറഞ്ഞിരുന്ന് കേൾക്കുന്നവർ, അവരും ഈ നിഷിദ്ധമായ ചാരവൃത്തി എന്ന തിന്മ ചെയ്തവരുടെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഓരോ മനുഷ്യരുടെയും സ്വകാര്യത അത് അവരുടെ ഒരു ജന്മാവകാശമാണ്. അതിലേക്ക് ഇടിച്ചു കയറി അതിങ്ങനെ ചിക്കിച്ചകഞ്ഞ് ചോദിച്ചറിയുന്ന ആ രഹസ്യങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഈ ഒരു ചാരവൃത്തി ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ ഒരു പൊതു ശൈലിയായി, സ്വഭാവമായി ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും നിലനിർത്താൻ പാടില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഈ വിഷയം അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സമയത്ത് ഈ ചാരപ്പണി നടത്തേണ്ടി വരും. ഏതാണ് ആ ഘട്ടം? ഇപ്പം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം, സാമൂഹ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം, അത്തരം ഒരു സംശയാസ്പദം എന്ന് പറയാം ഊഹം എന്ന അർത്ഥത്തിലല്ല, ഇതിനെ ശരിവെക്കുന്ന കൃത്യമായ ന്യായങ്ങൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് അത് ഒരു ജാഗ്രത കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിസ്സംഗത കാണിച്ചാൽ അത് ഒരു വ്യക്തിയുടെ ജീവിതം നശിക്കാൻ, ഒരു കുടുംബത്തിന്റെ ജീവിതം തകരാൻ, ഒരു നാടിന്റെ സ്വസ്ഥത തകരാൻ, ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ അതിനെ തകർക്കാൻ കാരണമായേക്കാവുന്ന നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നത്, അത് വ്യക്തികൾ സ്വതന്ത്രമായി ചെയ്യുന്നതല്ല, ഉത്തരവാദിത്തപ്പെട്ട നിയതമായ ഒരു സർക്കാർ സംവിധാനത്തിന്റെ, ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ കീഴിൽ നടക്കുന്ന, നേരത്തെ പറഞ്ഞ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് തന്നെ നടത്തുന്ന അത്തരം ചാരവൃത്തികളെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പൊ ഖന്തഖ് യുദ്ധത്തിന്റെ, വേറെയും യുദ്ധങ്ങളുണ്ട്, ഖന്തഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചത്, മൻ യഅതീനി ബിഖബരിൽ ഖൗം, അവിടെ അപ്പുറത്ത് ശത്രുപാളയത്തിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അതൊന്ന് പോയി നോക്കി അന്വേഷിച്ച് ആ വിവരം ആരാണെന്നെ അറിയിച്ചു തരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയോളം പറഞ്ഞ, വിവിധ സമയങ്ങളിൽ റസൂലുള്ള പറഞ്ഞ, ചോദിച്ച, അതിന് സന്നദ്ധരായി സ്വഹാബത്ത് തയ്യാറായി അവർ പോയി വിവരങ്ങൾ കൈമാറിയത്, അതൊക്കെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട്, ഒരു നാടിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്വകാര്യത എന്ന ഒരു വിഷയം, അതേപോലെ ഒരു രാജ്യത്തെ ബാധിക്കുന്ന, ഒരു നാടിനെ ബാധിക്കുന്ന സ്വകാര്യത, ഇത് രണ്ടായിട്ടാണ് ഇസ്ലാം ഗണിച്ചത്. നമ്മളെന്ന വ്യക്തികൾക്ക് ബാധകമായ വിഷയമാണ് ഞാൻ എൻ്റെ ഖുത്ബയുടെ ഏകദേശം 98% ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ കാര്യങ്ങൾ, വ്യക്തികളുടെ പേഴ്സണലായ പ്രൈവസി ഉൾക്കൊള്ളുന്ന സ്വകാര്യതകൾ, അതിലേക്ക് നമ്മൾ കയറിപ്പോവുക എന്നത് ശരിയല്ല. അത് വിശുദ്ധ ഖുർആനിൻ്റെ ഗണ്യതമായ ഒരു നിർദ്ദേശമാണ്, വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത് എന്ന്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ഒരു സംസ്കാരം, ഒരു മര്യാദ, ഒരു മാന്യത കാത്തു സൂക്ഷിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കി നല്ല ഒരു മനോഭാവമുള്ള, നിലപാടുള്ള, സ്വഭാവങ്ങളുള്ള ആളുകളായി ജീവിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സാധാരണ നമസ്കാരത്തിൻ്റെ സമയം അറിയിച്ചുകൊണ്ട് ബാങ്ക് കേൾക്കാനുള്ള സൗഭാഗ്യം അത് അനുഭവിക്കുന്ന ആസ്വദിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളിൽ 5 നേരത്തെ ബാങ്ക് പുറത്തുള്ളവർക്ക് കൂടി പരിസരത്തുള്ളവർക്ക് കൂടി ആ പരിമിതമായ സമയത്തേക്കാണെങ്കിലും അത് കേൾപ്പിക്കാനുള്ള ആ ഒരു അനുവാദം, ആ ഒരു അവകാശം വകവെച്ച് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുള്ള സ്ഥലങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങളിലുള്ള ബാങ്കുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ പരിസരത്തുള്ള സന്ദർഭങ്ങളിൽ കേൾക്കുന്നവരാണ് നമ്മൾ. ആ ബാങ്കിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമാണ്, ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലണമെന്ന്. ആ പ്രാർത്ഥന ഒരുപക്ഷെ പല ആളുകൾക്കും അറിയാറുണ്ടെങ്കിലും അത് ആ നിലക്ക് ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പതിവാക്കുന്നതിൽ പലർക്കും ആ വിഷയത്തിൽ ഒരു അശ്രദ്ധ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകം ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. ബാങ്ക് കേട്ടതിന് ശേഷം, ബാങ്കിന് ശേഷമുള്ള ആ പ്രാർത്ഥന ഒരാൾ ഉരുവിടുകയാണെങ്കിൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് എൻ്റെ ശഫാഅത്ത് അവർക്ക് ലഭിക്കുന്നതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് അത് ശഫാഅത്തുൽ ഉളുമ മാത്രമല്ല, മഹ്ശറ വൻസബയിൽ ജനങ്ങളുടെ വിചാരണ പെട്ടെന്ന് തുടങ്ങണം എന്ന് അള്ളാഹുവിനോട് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ശുപാർശക്കാണ് ശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്നത്. എന്നാൽ ആ ശഫാഅത്തിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവാദം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നിർവഹിക്കുന്ന വേറെയും ചില ശഫാഅത്തുകളുണ്ട്. ജീവിതത്തിൽ ചില അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങൾ ചെയ്ത മുസ്നിബ് ആയ ആളുകൾ, തെറ്റ് ചെയ്തവർ, അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുണ്ട്. അതേപോലെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുന്ന ചില ആളുകളുണ്ട്. മറ്റൊന്ന്, പരലോകത്ത് പ്രത്യേകിച്ച് സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗലോകത്തെ പദവികൾ, ആ പദവികളിൽ ഉയർച്ച ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം സ്വഹീഹായി വന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ ശഫാഅത്തുൽ ഉലമക്ക് പുറമെയുള്ള, ശഫാഅത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലഭിക്കാനുള്ളതാണ്, അതിന് പുറമെയുള്ള ശഫാഅത്ത് ലഭിക്കുന്നതിന് ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, പരലോകത്ത് അവർക്ക് എൻ്റെ ശഫാഅത്ത് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൻ അൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ കൂടി പ്രതിപാദിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, ഈ സമ്പൂർണമായ പ്രാർത്ഥനയുടെ രക്ഷിതാവായ അല്ലാഹുവേ, അതേപോലെ ഈ നമസ്കാരത്തിന്റെ ഉടമയായ അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റാർക്കും നൽകുന്നതല്ലാത്ത വസീല, ഫളീല എന്നീ പദവികൾ നൽകണമേ. അതേപോലെ മഹ്മൂദായ മഖാമിലേക്ക്, സ്തുത്യർഹമായ സ്ഥാനത്തിലേക്ക് പ്രവാചകനെ നീ ആനയിക്കണമേ എന്ന ആശയമാണ് ആ ലഘുവായ പ്രാർത്ഥനക്കുള്ളത്. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും പ്രത്യേകതകൾ അവിടെ നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുണ്ട്, പ്രവാചകന് ഫളീലയുണ്ട്, പ്രവാചകന് വസീലയുണ്ട്, പ്രവാചകന് മഖാമുൻ മഹ്മൂദുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥന നടത്തിയാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ആ ദുആ നടത്തിയാൽ നമുക്ക് ഗുണം ലഭിക്കും. നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ശഫാഅത്ത് ചെയ്യുന്ന ആ സൗഭാഗ്യം നമുക്ക് ലഭിക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായ ഒരുപാട് സുന്നത്തുകൾ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സുന്നത്തുകൾ ഭാരമില്ലാത്തതും പ്രയാസമുള്ളതുമായ വ്യത്യസ്ത സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ഓരോന്നിൻ്റെയും പ്രാധാന്യവും
പവിത്രതയും മഹനീയതയും തിരിച്ചറിയുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു ശീലം, ഒരു പതിവ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ അനുധാവനം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും വെല്ലുവിളികളും സംഘർഷങ്ങളും പരാധീനതകളുമായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ജീവിതോപാധികളിൽ, കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ ഞങ്ങൾക്ക് നീ ഇണക്കവും സന്തോഷവും അനുഗ്രഹങ്ങളും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഇസ്ലാമിനോടും ഖുർആനിനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തുന്ന ഇസ്ലാമിക ജീവിതം നയിക്കുന്നതിൽ ആനന്ദവും ആവേശവും അഭിമാനവും ഉൾക്കൊള്ളുന്ന ഇസ്സത്തുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ എന്നും ദൈന്യതയിലാണ്. അല്ലാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള മഹാ അനുഗ്രഹം നൽകി ഞങ്ങൾക്കുള്ള തൗഫീഖ് അനുകൂലമാക്കിയടമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.